കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ ഞാനോർക്കാത്തൊരു നേരം ഞാൻ മിണ്ടാത്തൊരു നേരം നിൻ ഹൃദയം ഏറെ തളർന്നു ഞാൻ നോക്കാത്തൊരു നേരം ഞാൻ കേൾക്കാത്തൊരു നേരം നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു മറ്റാർക്കുമില്ല
പൂക്കുന്നൊരു മലരും നിൻ ഹൃദയേ സ്തുതി പാടുകയാ. മിഴി പൂട്ടുന്നൊരു സന്ധ്യ ശ്രുതി മീട്ടുന്നതു പോലും നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റിങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൃപയും സ്നേഹവും പരിപാലനയും നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ ആശംസിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. വർഷങ്ങളായി ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നാളുകൾ നീണ്ട നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോഴൊക്കെ ഉത്തരം ലഭിക്കാറുമില്ല. ചിലപ്പോൾ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ പഴിക്കുകയും നിരാശയോടെ പെരുമാറുകയും പ്രാർത്ഥന ജീവിതത്തിൽ തന്നെ അകന്നു പോവുകയും ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അതുതന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരാനായിട്ട് സാധിക്കുക? നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെയാണ്: കണ്ടാലും ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് താനും. ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മക്കളോടെന്നതുപോലെ നമ്മളോട് പെരുമാറും. മക്കളായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം ചില പ്രത്യേകമായ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മക്കളായി തീരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി മക്കളായി തീരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെയാണ്: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ
സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ മക്കളായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇതാണ്: ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശത്രുവിനോട് സ്നേഹത്തോടുകൂടെ പെരുമാറുക, ശത്രുവുമായി രമ്യപ്പെടുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക എന്നുള്ളത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമായി തീരുമെന്ന് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളും മറ്റുള്ളവരെ നമ്മെ തിരസ്കരിക്കുന്ന സന്ദർഭങ്ങളും നമ്മെ അവഹേളിക്കുന്ന സന്ദർഭങ്ങളുമൊക്കെ ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ഹൃദയത്തിലുള്ള ശത്രുത ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമ്മെ അകറ്റിക്കളയും. അതുകൊണ്ട് നമുക്ക് ശത്രുക്കളുമായി രമ്യപ്പെടാം. നമ്മുടെ നിഘണ്ടുവിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകരുതേ. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ, കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കുമൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ, സ്റ്റെഫാനോസ് പറഞ്ഞതുപോലെ, തൻ്റെ കല്ല് എറിയാനായിട്ട് കല്ലുകൾ എടുത്തവരോട് സ്റ്റെഫാനോസ് പറഞ്ഞില്ലേ, കർത്താവെ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. കർത്താവ്, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. അവൻ എന്താ കണ്ടത്? ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. അവൻ സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിൻ്റെ മഹത്വം കണ്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ ആ ഒരു വലിയ ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ കല്ലെറിയുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ തൻ്റെ വീര ചരമം പ്രാപിക്കുകയാണ്. അവൻ നിത്യതയിലേക്ക് എടുക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ സ്വന്തമായി, കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി മാറിയ വിശുദ്ധ സ്റ്റെഫാനോസ്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിൻ്റെ മകനാകണമെങ്കിൽ, കർത്താവിൻ്റെ മകളാകണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ മകനും മകളുമായി തീരാൻ, കർത്താവിൻ്റെ മക്കളായി തീരാൻ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അനാഥരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 10-ാം വചനം എങ്ങനെയാണ്? നീ അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക, അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള അനാഥരോട് കരുണ കാണിക്കുമ്പോൾ, വേദനിക്കുന്നവരോട് കരുണ കാണിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ദൈവം പറയുന്ന ഒരു വലിയ കാര്യം നോക്കുക: നമ്മളെ എല്ലാവരെയും ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് കർത്താവ് എടുത്തുയർത്തും. ഇന്ന് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ചില മടിയൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ നന്മ പ്രവൃത്തിയിലൂടെയും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് ഈ സമ്പത്ത് തന്നിരിക്കുന്നത്? അത് നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കാനുള്ളതാണ്, മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണ്, അനാഥരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ കാണുന്ന ധനവാന്റെ മനോഭാവത്തിലേക്ക് മാറുന്നു. വീട്ടുപടിക്കൽ ദരിദ്രനായി കിടക്കുന്ന ലാസറിനെ കാണാനുള്ള കണ്ണില്ലാതെ, ലാസറിൻ്റെ ആ വ്രണങ്ങൾ കാണുവാൻ കണ്ണില്ലാതെ, അവന് വേണ്ട ഭക്ഷണം കൊടുക്കാൻ തയ്യാറില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരുവൻ്റെ മുമ്പിൽ സുഭിക്ഷമായി ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞ് അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന, തൻ്റെ സുഖസൗകര്യങ്ങളിൽ മതിമറക്കുന്ന ധനവാൻ അവസാനം എത്തിപ്പെട്ടത് എവിടെയാണ്? അവൻ എത്തിപ്പെട്ടത് നരകത്തിലെ കെടാത്ത തീയിലാണ്. ലാസറോ മരിച്ച് അവൻ അബ്രാഹമിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ സ്വർഗത്തിലെത്തി എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: നിങ്ങൾക്കുള്ളവ പങ്കുവെക്കണം, നിങ്ങൾക്കുള്ളവ പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കണം, അവർക്ക് അർഹിക്കുന്നവർക്കെല്ലാം നന്മ ചെയ്യണം. നീ ചോദിക്കുന്ന വസ്തു, നിന്റെ അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ നീ പോയി വരിക, പിന്നെ തരാമെന്ന് നീ പറയരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമാണ്. അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നന്മ അവന് ചെയ്യണം. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും
അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. എങ്കിൽ നമ്മൾ അനാഥരെ സംരക്ഷിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം കൂട്ടിവെക്കാൻ സാധിക്കും. ഒപ്പം കർത്താവ് നമ്മെ കർത്താവിൻ്റെ മക്കളായി സ്വന്തമായി സ്വീകരിക്കുകയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും. മൂന്നാമതായി, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വചനം നമുക്ക് ഓർക്കാം. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഓരോ ക്രൈസ്തവനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവനാണ്. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവനാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയുടെയും ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട നമ്മൾ ചിലപ്പോഴെങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ ദൈവ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന, മക്കളുടെ സ്ഥാനത്തു നിന്ന് മാറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ്. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഇളയമ്മയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടുകയാണ്. അവൾക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട്. നന്മ ചെയ്യാൻ മാത്രമല്ല, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? മറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എലിസബത്തിലേക്കും, എലിസബത്തിൽ നിന്ന് പരിശുദ്ധാത്മാഭിഷേകം എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിലേക്കും, അതായത് സ്നാപക യോഹന്നാനിലേക്കും പകരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മ അഭിഷേക ശക്തി നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ആരുടെ പ്രേരണയനുസരിച്ചാണ് ജീവിക്കുന്നത്? ചിലപ്പോഴെങ്കിലും നമ്മൾ പിന്തുടരുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള വിരുദ്ധ വികാരങ്ങളുടെ, അനുചിതമായ പ്രവൃത്തികളുടെ ചിന്തകളെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന വലിയ മാലിന്യ കൂമ്പാരങ്ങളുടെ പ്രേരണയ്ക്കനുസരിച്ച്, തിന്മയുടെ പ്രേരണയ്ക്കനുസരിച്ച്, തിന്മയുടെ ശക്തികളുടെ പ്രേരണയ്ക്കനുസരിച്ച് പലപ്പോഴും മുന്നോട്ട് പോകുന്നു. തിന്മയുടെ വഴിയിലൂടെ പോകുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനല്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് ചെയ്യുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ പിന്തുടരുന്നവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കർത്താവിന് ഏറ്റവും പ്രീതികരമായ പ്രവൃത്തികളായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്ന ഒരു ജീവിതാവസ്ഥ അവന് കൈവരുന്നു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിലായി പറയുന്ന ഈ പരിശുദ്ധാത്മാ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മൾ മാറണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചുയർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെ പിന്തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ കർത്താവിൻ്റെ മക്കളായി തീരുന്നു നമ്മൾ. ഒപ്പം കർത്താവ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി ഇടപെടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമതായി നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള നാലാമത്തെ ഘടകം, നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മൾ ഉരച്ചു നോക്കുമ്പോൾ, ചില അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ
ചില വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഇളകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്തീയ വിശ്വാസിയും കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനായി മാറുന്നു, അവൾ ദൈവത്തിൻ്റെ മകളായി മാറുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് മുഖവിലക്കെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാം. വിശ്വാസ ജീവിതം, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഒരു ജീവിതം, യേശുക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ജീവിത ശൈലി, യേശുക്രിസ്തുവിന് വേണ്ടി പടപൊരുതുവാനുള്ള, വിശ്വാസത്തെ പ്രതി ധീര രക്തസാക്ഷിയാകാനുള്ള മനോഭാവം ഒക്കെ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതം കരുത്തുറ്റതാകും. ഒപ്പം തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരും. അഞ്ചാമതായി, നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് യേശുവിൻ്റെ മക്കളായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രബോധനം നിങ്ങൾ മറന്നുപോയോ? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ശാസിക്കുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സഹനങ്ങളും കർത്താവ് അനുവദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിൻ്റെ മകനും മകളുമായതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം തന്നത്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ സഹനത്തിലൂടെയും കർത്താവ് നമ്മളെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ കർത്താവിൽ നിന്നൊക്കെ അകന്ന് കർത്താവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്നതിന് പകരം തിന്മയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ തിരുത്താനായിട്ട്, ശുദ്ധീകരിക്കാനായിട്ടൊക്കെ ചില സഹനങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്. ഈ സഹനങ്ങളിലൂടെയൊക്കെ കർത്താവ് കാണുന്നത് ഒരു പ്രിയപ്പെട്ട പിതാവ് തൻ്റെ പ്രിയപുത്രനെ അടിക്കുന്നത് പോലെ കർത്താവ് നമ്മോട് പെരുമാറുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. പിതാവ് തൻ്റെ പ്രിയപുത്രനെ എന്നതുപോലെ താൻ സ്നേഹിക്കുന്നവരെ കർത്താവ് ശാസിക്കുന്നു. നമ്മളെ കർത്താവ് ശാസിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കർത്താവിൻ്റെ തിരുത്തലുകൾ നമുക്ക് ആവശ്യവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തിരുത്താൻ ചിലപ്പോൾ ഈ അനുഭവങ്ങൾ ധാരാളം മതിയാകും. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ, ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കൊക്കെ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ സമൂഹ ജീവിതത്തിലുമൊക്കെ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന വേദനിപ്പിക്കപ്പെടലുകളെയൊക്കെ നമ്മൾ കാണേണ്ടത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന, കർത്താവ് നമ്മെ ശാസിക്കുന്ന, കർത്താവ് നമുക്ക് ചില ശിക്ഷണങ്ങൾ നൽകുന്ന രംഗമായിട്ടാണ്. മക്കളായി സ്വീകരിക്കുന്നവരെ കർത്താവ് അടിക്കുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചില അടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ അടിയും അപ്പനെ അനാവശ്യമായിട്ട് അരിശം വരുമ്പോൾ അടിക്കുന്നത് പോലെയല്ല, തിരുത്താൻ വേണ്ടിയിട്ടുള്ള അടിയാണ്. നമ്മളൊക്കെ മക്കളെ തല്ലുന്നവരാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, പിന്നെയോ ജാരസന്താനങ്ങളാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം, എല്ലാവർക്കും കിട്ടുന്ന ശിക്ഷണമാണ്. അത് നിങ്ങൾക്കും കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ പരിതപിക്കേണ്ട കാര്യമില്ല. ശിക്ഷണമില്ലെങ്കിൽ നിങ്ങൾ ജാരസന്താനങ്ങളായി തീരുന്നു. കർത്താവിൻ്റെ മകനും മകളുമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളുണ്ടാകും. ആ സഹനങ്ങളിലൂടെ നമുക്ക് കർത്താവിൻ്റെ മക്കളായി തീരാനുള്ള വലിയ പരിശ്രമം നമുക്ക് നടത്താം. ആറാമതായി, കർത്താവിൻ്റെ മകനും മകളുമായി തീരാൻ നമ്മൾ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ധൂർത്തനായ പുത്രൻ്റെ ഉപമയിൽ, ധൂർത്തനായ പുത്രൻ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നികളിലെ തവിട് പോലും കിട്ടാതെ വേദനിച്ച് നിരാശനായി കഴിയുമ്പോൾ അവൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട്, അവനൊരു വെളിവുണ്ടാകുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും, അവിടെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഞാനും എൻ്റെ പിതാവിനോട് പറയും, പിതാവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി,
എന്നെ അങ്ങയുടെ ദാസനായിട്ടെങ്കിലും സ്വീകരിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയോടെ ചെല്ലണം എന്നവൻ തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ മനോഭാവം, തിരിച്ചു വരാനുള്ള സന്നദ്ധത, അവൻ തിരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? അവൻ്റെ പിതാവ് അവൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റുന്നു, പുതിയ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുന്നു, അവൻ്റെ വിരലുകളിൽ പുതിയ മോതിരമണിയിക്കുന്നു, അവൻ്റെ പാദങ്ങളിൽ പുതിയ പാദരക്ഷകൾ അണിയിക്കുന്നു, അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു, അവിടെ സദ്യ ഒരുക്കുന്നു, താളമേളങ്ങളും നൃത്തവും എല്ലാമായി സന്തോഷിക്കുന്ന ഒരു സമൂഹത്തെ, കുടുംബത്തെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മനുഷ്യനെയും കർത്താവ് തൻ്റെ സ്വന്തം മകനായി സ്വീകരിക്കുന്നു. നമ്മൾ എത്ര വലിയ തിന്മ ചെയ്യുന്ന വ്യക്തിയായാലും, എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയായാലും, ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കുന്നുണ്ട്. കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നാൽ കർത്താവ് നമ്മെ മക്കളായി സ്വീകരിക്കും. പിന്നെ ദാസനായിട്ടല്ല സ്വീകരിക്കുന്നത്. ദാസൻ പിതാവിൻ്റെ ഭവനത്തിൽ ദാസനായിരിക്കുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിതാവിൻ്റെ ഭവനത്തിൽ മകനും മകളുമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ മക്കളായി തീരാൻ ചില വഴികളിലൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ കണ്ട വഴികളിലൂടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മക്കളായി തീരും. കർത്താവിൻ്റെ മക്കളായി തീർന്നാൽ കർത്താവ് പിന്നെ നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ? കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുമോ? കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രതിസന്ധികളിൽ ഇടപെടാതിരിക്കുമോ? കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാര്യത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ മകനും മകളുമായി മാറാൻ, ആ ഒരു ഉയർച്ചയിലേക്ക് വരാൻ, കർത്താവിൻ്റെ സ്വന്തമായി തീരാൻ, അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ, ദൈവഭവനത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ മകനും മകളുമായി തീർന്ന ഒരവസ്ഥയിൽ തുടരുവാനായിട്ട് കർത്താവ് പ്രത്യേകമായ കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ